ഇന്ന് നമുക്ക് വളരെ രുചികരമായിട്ടുള്ള ചെമ്മീൻ പെപ്പർ റോസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ 250 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്തതിന് ശേഷം 250 ഗ്രാം ഉണ്ട്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും 1.5 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി ഒരു 10-15 മിനിറ്റ് നേരം ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇതിനു വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ 2 ടീസ്പൂൺ കുരുമുളകും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും പിന്നെ അത്യാവശ്യം വലിപ്പമുള്ള 6 വെളുത്തുള്ളി, ഒരു 1.5 ഇഞ്ച് സൈസിൻ്റെ ഒരു പീസ് ഇഞ്ചി രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളകും ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തരിയായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാകുമ്പോൾ 15 ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കുക. ഇട്ട് ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് ഇതിലോട്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് വഴറ്റാം. വലിയൊരു സവാള അരിഞ്ഞിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളറൊക്കെ ആകുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള വഴന്ന് കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് ചേർത്തിട്ട് ഒരു 4-5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി ഇതിൻ്റെ പച്ചമണം എല്ലാം മാറ്റി ഈ ഒരു കളറാക്കി എടുക്കണം. ഇനി ഇതിലോട്ട് ചെമ്മീനും കൂടെ ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. പോരാത്ത ഉപ്പും കൂടെ ചേർക്കണം. എന്നിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. 2 മിനിറ്റ് നേരം കഴിയുമ്പോൾ 1/4 കപ്പ് തേങ്ങാപ്പാൽ, കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ടൊന്ന് ഇളക്കി അടച്ചു വെക്കുക ഒരു 4 മിനിറ്റ് നേരം. 4 മിനിറ്റ് നേരം കഴിയുമ്പോൾ ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് ഇളക്കി തിരിച്ചൊരു 3-4 മിനിറ്റ് നേരം കൂടെ അടച്ചു വെച്ച് വേവിക്കണം. അത് കഴിഞ്ഞിട്ട് ഇതിലോട്ട് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും അതുപോലെ 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. നല്ല ടേസ്റ്റായിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്.